പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ബോസ്നിയ ഹെർസഗോവിന എന്ന രാജ്യത്തെ മെđugorje എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് ക്രൊയേഷ്യയിലെ ദുബ്രോവിക് എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങിയത്. സന്ധ്യ ആയതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ അധികം കാണാൻ സാധിച്ചില്ല. എയർപോർട്ടിൽ നിന്നും ഏകദേശം 2-2.5 മണിക്കൂർ എടുത്തു മെđugorje എന്ന ഗ്രാമത്തിലേക്ക് എത്താൻ. ഞങ്ങൾക്ക് വേണ്ടി കോച്ച് വണ്ടി പുറത്ത് കാത്തു കിടപ്പുണ്ടായിരുന്നു. രാത്രിയിലെ യാത്രയായതിനാൽ ക്രൊയേഷ്യയുടെ സൗന്ദര്യം അധികമൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. യാത്രാക്ഷീണം കാരണം എല്ലാവരും മടുത്തിട്ടുണ്ടായിരുന്നു. പലരും വണ്ടിയിൽ കിടന്ന് ഉറക്കമായിരുന്നു. യാത്ര ഒരു കടൽ തീരത്തുകൂടിയായിരുന്നു. ഉല്ലാസ നൗകകൾ കടൽ തീരത്ത് വന്ന് നങ്കൂരമടിച്ച് കിടപ്പുണ്ട്. ആ കാഴ്ചകളൊക്കെ വണ്ടിയിൽ നിന്ന് കാണാൻ സാധിച്ചു. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു നൈറ്റ് വ്യൂ കപ്പലിൻ്റേത്. ഏകദേശം പാതിര ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ താമസിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി. അവിടെ കിടന്നുറങ്ങി. അതിരാവിലെ എഴുന്നേറ്റു പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ആ ഹോട്ടലും പരിസരങ്ങളും ഒക്കെ ഒന്ന് വിശദമായിട്ട് കാണാൻ സാധിച്ചത്. ഈ ഹോട്ടലിലാണ് അടുത്ത 3 ദിവസത്തേക്കുള്ള ഞങ്ങളുടെ താമസ സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായൊരു ഹോട്ടലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത്ര മാത്രമേ എൻട്രൻസ് കാണാനുള്ളൂ. ഇത് പുറകിലേക്ക് നീണ്ടു കിടക്കുകയാണ്. ഈ ഭാഗം മുഴുവനും ചെറിയ ചെറിയ ഹോട്ടലുകളും വലിയ വലിയ ഹോട്ടലുകളുമാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലും. കൊച്ചു കൊച്ചു കടകളും അങ്ങിങ്ങായി കാണാനുണ്ട്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. മെđugorje എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഗ്രാമമാണ്. ക്രൊയേഷ്യൻ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ ഈ വില്ലേജിലെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആകെപ്പാടെ 2300 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതാണ് ഹോട്ടൽ ലൂണ. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലാണ് ഹോട്ടൽ ലൂണ. അപ്പോൾ 2300 ആൾക്കാർ മാത്രമേ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളാണ്. മെđugorje എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടുത്തെ തദ്ദേശീയ ഭാഷയിൽ ബിറ്റ്വീൻ മൗണ്ടൻസ്, മലകളുടെ ഇടയിൽ എന്നുള്ള ആണ്. പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ ചുറ്റും മലകളാണ്. ചുറ്റുപാടും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമമാണ് മെđugorje. കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മെđugorje. ബോസ്നിയ ഹെർസഗോവിന എന്ന രാജ്യത്തെ മെđugorje എന്ന മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം. ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് 1981 ആണെങ്കിലും ഇവിടേക്കുള്ള തീർത്ഥാടനം വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ചത് 2019 മാത്രമാണ്. എല്ലാ വർഷവും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 10 ലക്ഷത്തിലധികം തീർത്ഥാടകർ മെđugorjeയിലേക്ക് ഒഴുകിയെത്തുന്നു. മാതാവ് ഇവിടെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ജൂൺ മാസം 24-ാം തീയതി 1981 ജൂൺ മാസം 24-ാം തീയതിയാണ് 6 ചെറിയ കുട്ടികൾക്ക്. അവരെല്ലാവരും ഇന്ന് പ്രായപൂർത്തിയായി ഏകദേശം 60 വയസ്സിനോടടുത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊക്കെ ഇന്നും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. 1981 മാതാവ് ഇവിടെ ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ രാജ്യം യൂഗോസ്ലാവിയ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് യൂഗോസ്ലാവിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട വാർത്ത അറിഞ്ഞതോടെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ഇവിടെ വലിയ പ്രശ്നമുണ്ടാക്കി. അന്നത്തെ ഇവിടുത്തെ വികാരിയായിരുന്ന ഫാദർ
ജോസോ സവോക്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇവിടേക്ക് തീർത്ഥാടകർ വരുന്നത് നിരോധിച്ചു. തീർത്ഥാടകർ വന്ന് നേർച്ചയിട്ടിരുന്ന പൈസയെല്ലാം കണ്ടുകെട്ടി സർക്കാരിലേക്ക് അച്ഛനോട് ഇവിടുത്തെ വൈകുന്നേരത്തെ കുർബാന നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം അനുസരിച്ചില്ല. എന്തിനേറെ പറയുന്നു, 9 വർഷം കഴിഞ്ഞ് 1990 ആയപ്പോഴേക്കും യൂഗോസ്ലോവിയ എന്ന രാജ്യം തകർന്നു. 7 സ്വതന്ത്ര രാജ്യങ്ങളായി മാറി. ഇന്ന് യൂഗോസ്ലാവിയ എന്നുള്ള പേര് നമുക്ക് ചരിത്രത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ഇതാണ് മെജുഗോരയിലെ പാരീഷ് ചർച്ച് ഇടവക ദേവാലയം, സെയിൻറ്റ് ജെയിംസ് ചർച്ച്. രാവിലെ 9 മണിക്കത്തെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 10 മണിക്കത്തെ കുർബാനയ്ക്ക് കയറാനുള്ള ആൾക്കാരാണ് പുറത്ത് വട്ടം കൂടിയിരിക്കുന്നത്. വളരെ വിശാലമായ ഒരങ്കണത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്രയും തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ കൂടി ഒരു കടലാസ് കഷ്ണമോ കുപ്പികളോ ഒന്നും ആ പരിസരത്തെങ്ങും കാണുവാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ വോളണ്ടിയർമാരോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളോ ഒന്നും അവിടെ ഇല്ല. എല്ലാവരും നിശബ്ദരായി വരുന്നു, പോകുന്നു. ഭക്തിയുടെ ഒരു അന്തരീക്ഷമാണ് അവിടെ ചുറ്റും കാണുവാൻ സാധിച്ചത്. അറിയാതെ തന്നെ നമ്മളുടെ മനസ്സ് വേറെ ഏതോ തലത്തിലേക്ക് മാറിപ്പോകുന്ന പോലത്തെ ഒരു അനുഭവം അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകും. അത് തീർച്ചയാണ്. പള്ളിയുടെ മുമ്പിൽ തന്നെ മാതാവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അന്ന് ആ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെങ്ങനെയാണോ മാതാവിനെ കണ്ടത്, അവർ പറഞ്ഞു കൊടുത്ത രീതിയിൽ ആ ശില്പി നിർമ്മിച്ച മാതാവിൻ്റെ ഒരു പ്രതിമ ആ പള്ളിയുടെ മുമ്പിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി ഈ പള്ളിയുടെ മുൻവശത്ത് നിന്ന് നമ്മൾക്ക് പള്ളിയുടെ പുറകു സൈഡിലേക്ക് പോകാം. അവിടെയാണ് വൈകുന്നേരങ്ങളിൽ ഇൻ്റർനാഷണൽ അന്തർദേശീയ കുർബാനകളും പ്രാർത്ഥനകളും ആരാധനയും എല്ലാം നടക്കുന്നത്. വിശാലമായ ഒരു ഓപ്പൺ ഗ്രൗണ്ടാണിത്. ഇവിടെ വച്ചാണ് വൈകുന്നേരത്തെ ആരാധന നടക്കുന്നത്. ഏകദേശം 1,00,000 ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇരിക്കാനുള്ള ചാരു ബെഞ്ചുകൾ ഇവിടുത്തെ പ്രധാന അൾത്താരയുടെ മുമ്പിൽ ഒരു സെമി സർക്കിൾ ആകൃതിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതാണ് ബലിപീഠം. ഇവിടെയാണ് വൈകുന്നേരത്തെ കുർബാന നടക്കുന്നത്. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് 6 കുട്ടികൾക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആദ്യത്തെ ദിവസം മാതാവ് 2 കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. 2-ാം ദിവസം അന്ന് അവർ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2-ാം ദിവസം അവരവരുടെ കൂട്ടുകാരോട് പറഞ്ഞു, 4 പേരുണ്ടായിരുന്നവർ. അങ്ങനെ പിറ്റേ ദിവസം ആ സമയമായപ്പോൾ ഈ 6 പേരും കൂടെ ആ മലയടിവാരത്തിലേക്ക് ചെന്നു. അവിടെ ഇവർ 6 പേർക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടികളുടെ പേരിങ്ങനെയാണ്: ഐവാൻ, ജാക്കോബ്, ഐവാന, മിർജാന, വിക്ക, മരിജ. ഇങ്ങനെ 6 കുട്ടികളാണ്. 2 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ഇവരുടെ പ്രായം ഏറ്റവും ഇളയ കുട്ടിക്ക് 10 വയസ്സും ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് 17 വയസ്സുമായിരുന്നു. 10-നും 17-നും ഇടയിലുള്ള 6 കുട്ടികൾ. അതിൽ 3 പേർക്ക് ഇന്നും ദിവസവും മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഓരോ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി 3 പേർക്ക്
ഇടയ്ക്കിടയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. വർഷത്തിലൊന്ന്, മാസത്തിലൊന്ന്, അങ്ങനെയൊക്കെ. പക്ഷേ 3 പേർക്ക് ഇന്നും ദിവസവും മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്ന നല്ലൊരു സ്ഥലമാണ് ഇത്, ഈശോയുടെ രൂപമുള്ള, അവിടെ വളരെ സൈലന്റ് ആയിട്ട് രാത്രി പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഇതാണ് ജോജു പറഞ്ഞ ആ സ്ഥലം, സൈലൻ്റായി ആൾക്കാർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഇവിടെ യേശുവിൻ്റെ ഒരു പ്രതിമ, ചെമ്പിൽ തീർത്ത ഒരു പ്രതിമ ഇവിടെ ഉയർത്തി നിർത്തിയിട്ടുണ്ട്. കൈകൾ വിരിച്ചു പിടിച്ച് കുരിശിൽ കിടക്കുന്ന രീതിയിലാണ് ആ സ്റ്റാച്യു ഉള്ളത്. പക്ഷേ കുരിശ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാച്യുവിൻ്റെ വലത്തെ കാൽമുട്ടിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്ന് വെള്ളം, കണ്ണുനീർ തുള്ളി പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തുള്ളി വെള്ളം വരുന്നു. അതെങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു എന്ന് യാതൊരു നിശ്ചയവുമില്ല. ആ വെള്ളം കളക്ട് ചെയ്ത് ഇവിടുത്തെ അച്ഛന്മാർ അതുകൊണ്ട് ലാബിൽ പരിശോധിപ്പിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് അതൊരു മനുഷ്യൻ്റെ കണ്ണുനീരാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കണ്ണുനീരിനോട് സാദൃശ്യമുള്ള ഘടനയാണ് ആ വെള്ളത്തിനും ഉള്ളത് എന്നാണ്. വിശ്വാസികൾ ഇവിടെ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ആ കാൽമുട്ടിൽ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നത്. അതിനു ചുറ്റും നമുക്ക് സൈലൻ്റായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ സൗകര്യത്തിൽ വൃത്താകൃതിയിൽ ബെഞ്ചുകൾ പണിതിട്ടിട്ടുണ്ട്. ആൾക്കാർ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന 1-2 പേർക്ക് തുള്ളികൾ അവരുടെ കയ്യിൽ കിട്ടി. അതവർ അവരുടെ തൂവാലയിൽ ഒപ്പിയെടുത്തു കൊണ്ടുവന്നു. അതാണ് അവിടുത്തെ രീതി. ആൾക്കാർ തൂവാലയുമായിട്ടാണ് പോകുന്നത്. നമ്മൾക്ക് ചിലർക്ക് ഭാഗ്യമുള്ളവർക്ക് കിട്ടും, അവരത് തൂവാലയിൽ ഒപ്പിയെടുത്ത് അവർ സൂക്ഷിക്കും. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും കാണുന്നത് പോലെ ഇവിടെയും പള്ളിയുടെ മുൻവശത്ത് റോഡ് സൈഡിൽ ധാരാളം കടകൾ, കൊന്തകളും മറ്റ് റിലീജിയസ് ആർട്ടിക്കിൾസും വിൽക്കുന്ന കടകൾ ധാരാളമായിട്ട് കാണാൻ സാധിച്ചു. ഒരു പ്രത്യേകത കണ്ടത്, ഈ കച്ചവടക്കാരെല്ലാം തദ്ദേശീയരാണ്. ആ ഗ്രാമത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ള കച്ചവടക്കാരെ ആരെയും കണ്ടില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പം വഴി സൈഡിൽ മാതാവ് ഓരോരോ സമയങ്ങളിൽ കൊടുത്ത സന്ദേശങ്ങൾ അത് പ്രിൻ്റ് ചെയ്ത് വിശ്വാസികൾക്ക്, അവിടെ വരുന്നവർക്ക് വായിക്കുവാനായിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ചെറിയ ബിൽഡിങ്ങിൽ അന്നത്തെ കാലത്തെ മജ്ജിക്കോരയുടെ ഒരു ചരിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ രൂപത്തിൽ. ഇതാണ് ആ 6 പിള്ളേർ, അന്ന് ദർശനം കിട്ടിയ ആ പിള്ളേരുടെ ദർശനം കിട്ടുന്ന സമയത്തെ ഫോട്ടോയാണിത്. അവർ മാതാവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തതാണ്. 1981 എന്ന് പറയുമ്പോൾ അധികം പഴക്കമില്ല, ഫോട്ടോഗ്രാഫിയൊക്കെ ഉള്ള സമയമാണ്. അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ജീവിത രീതിയും അവിടെ ഉണ്ടായിരുന്ന ദർശനം കിട്ടിയവരും അന്നത്തെ പള്ളിയിലെ ആൾക്കാരും വികാരിയച്ഛനും ഇവരുടെയൊക്കെ ഫോട്ടോ ഇന്നത്തെ സമൂഹത്തിന് ഒരു ചരിത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1916 മുതൽ 85 വരെ. Till 1985. You know, the first operation was 1981. So this is how Medjugorje looks before. Like I said, you see on that church there, picture there, you see on the back there is the tobacco fields, and the back is that old church where we get. She's completely destroyed 1979. So as you can see, just the fields, and only houses where we had here was down the hill. All area just the fields and vineyard. You know, we lived in that kind of regime. They force us to raise a tobacco for very small money. And after the war, you will not see any at all in the whole country, Bosnia and Herzegovina, even one tobacco field. Nobody else working with that. Vineyards, yes, all family have my own private vineyards, and we make great wine. I believe tonight for dinner maybe or for lunch, you're gonna try it is really nice. So this picture down, you can see the Visionaries on Operation Hill, June 28, 1981. So that is
4th date from first apparition. You know, the Blessed Mother first time operate June 24, but for that first day. ഒന്ന് രണ്ട് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. നേരത്തെ ദർശനം കിട്ടിയ ആ കുട്ടികളുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. അവരുടെ പേര് ഐവാൻ, ഐവാന, ജാക്കോബ്, മിർജാന, മിർജ, പിക്ക. ഇതിൽ ഈ മിർജാന ഇത് രണ്ടും മേരി എന്ന പേരിൻ്റെ പര്യായങ്ങളാണ്. അതുപോലെ തന്നെ ഐവാൻ ഇത് ജോൺ എന്ന പേരിൻ്റെ പര്യായമാണ്. മാതാവാണ് പ്രത്യക്ഷപ്പെട്ടത്. മേരി എന്ന പേരുള്ള 2 കുട്ടികൾക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെട്ട ദിവസം നോക്കണം, 24 ജൂൺ. അത് ഫീസ്റ്റ് ഓഫ് സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ്റെ ഫീസ്റ്റ് ദിവസമാണ് ജൂൺ 24. അന്നത്തെ ദിവസമാണ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ 2 കുട്ടികൾ ജോൺ എന്ന പേരുള്ളവരാണ്. ഐവാന പെങ്കൊച്ചാണ്. ഐവാനും 2 ജോണുമാരും 2 മേരിമാരും. പിന്നെ ഒന്നുള്ളത് ജാക്കോബ് എന്നത് ജെയിംസിൻ്റെ പര്യായമാണ്. മെജുഗോരിയിലെ പാരീഷ് ചർച്ചിൻ്റെ പേര് സെയിൻറ്റ് ജെയിംസ് ചർച്ച് എന്നാണ്. ഇനിയുള്ള ഒരാൾ വിക്ക എന്ന പേരിൻ്റെ അർത്ഥം ലൈഫ് എന്നാണ്. ലൈഫ് അഥവാ ജീവൻ. ഈ കുട്ടികൾക്ക് മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് ഇവർക്ക് കൊടുത്ത സന്ദേശം ഇതാണ്: ഐ ഇൻവൈറ്റ് യു, ഐ നീഡ് യു, ഐ ചോസ് യു, യു ആർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ടവരാണ്. ഇതുതന്നെയാണ് ഇന്നും ഇവിടെ എത്തുന്ന ഓരോരുത്തരോടും മാതാവ് പറയുന്നത്. ഐ ഇൻവൈറ്റ് യു, ഐ നീഡ് യു, ഐ ചോസ് യു, ആൻഡ് യു ആർ ഇമ്പോർട്ടൻറ്റ്.